ഇന്ന് മോർണിംഗ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ക്ലാസ്സിൽ പോയത്. മറ്റൊന്നല്ല, കഴിഞ്ഞ ദിവസം ക്ലാസ് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു ഫർസാന മാമിൻ്റെ റിലാക്സേഷൻ മെത്തേഡ് ഉണ്ടാവുമെന്ന്. അതൊന്ന് എന്തായാലും അറ്റൻഡ് ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അധികം വൈകാതെ തന്നെ ഞങ്ങളെല്ലാവരും ക്ലാസ്സിലായി. ഞാൻ എത്തിയപ്പോൾ തന്നെ മിക്കവാറും ഒരുപാട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടതും ഫർസാന മാം അപ്പോൾ എല്ലാവരും റെഡി ആയിക്കോളി എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും തെറാപ്പി റൂമിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളെല്ലാവരെയും കിടത്തി റിലാക്സാക്കി ലൈറ്റും ഫാനും എല്ലാം ഓഫ് ചെയ്ത് ആ ഒരു അന്തരീക്ഷം, ആ ഒരു ആംബിയൻസ് പറയണത് വളരെ കൂളായി വളരെ റിലാക്സ് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള എല്ലാ ആംബിയൻസും ഫർസാന മാം ഞങ്ങൾക്ക് തന്നു. അതിനുശേഷം ഞങ്ങളെ ബ്രീത്തിങ്ങും ബ്രീത്ത് ഔട്ടും എടുത്ത് ഞാൻ പോലും അറിയാണ്ട് ഞാൻ വേറെ ഏതോ ലോകത്തെത്തണ പോലെ എനിക്ക് ഫീലായി. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരാൾ ബ്രീത്തിങ് ചെയ്യുമ്പോൾ, അതായത് ഒരു തെറാപ്പി ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകും എന്നുള്ളത്. അറിഞ്ഞുകൊണ്ട് ഉറങ്ങാന്നല്ലാണ്ട് അറിയാണ്ട് ഉറങ്ങിപ്പോകുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ ഇന്നത് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അറിയാണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. അതിനു മുന്നേ എനിക്ക് ശ്വാസം എടുക്കാൻ, ബ്രീത്ത് ഔട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ശ്വാസം എടുക്കാൻ വളരെ ഒരു പ്രയാസമുള്ള പോലെ ഫീൽ ചെയ്തു. അപ്പോഴൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് മാം ഓരോന്ന് പറയുമ്പോഴും എൻ്റെ മൈൻഡിലേക്ക് അത് ഓരോന്ന് എത്തുകയും ആ ഒരു അരുവിയിൽ ഞങ്ങളെ കാലിട്ട് കളിച്ച് മീനുകൾ ഞങ്ങളെ കാലിന് കൊത്തി, അതൊക്കെ വളരെ റിയാലിറ്റി തോറ്റുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. അതൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എപ്പോഴോ എന്നറിയില്ല ഞാൻ ഉറങ്ങി. ഞാൻ നന്നായിട്ട് ഉറങ്ങി. അവസാനം ഫർസാന മാം പറഞ്ഞപ്പോഴാണ് എന്നെപ്പോലെ ബാക്കിയുള്ളവർ ഉറങ്ങി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഉറക്കം എന്ന് പറഞ്ഞാൽ വളരെ റിലാക്സായിട്ട് മൈൻഡിലൊന്നുമില്ല. മൈൻഡിലത്തത് ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ എൻ്റെ മൈൻഡ് ഫുൾ പക്ക റിലാക്സ്. എൻ്റെ മൈൻഡിൽ ഫുൾ ബ്ലാങ്കായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ വേറെ ഏതോ ഒരു ഇവിടെ എത്തിയ പോലെ എനിക്ക് കറക്റ്റ് എൻ്റെ മൈൻഡ് ഫുൾ ക്ലിയർ ആയ പോലെ എനിക്ക് തോന്നി. താങ്ക് യു സോ മച്ച് ഫർസാന മാം, താങ്ക് യു സോ മച്ച്. ദെൻ ഞാൻ വീട്ടിലെത്തി. എന്നോടെല്ലാവരും പറഞ്ഞിരുന്നു നീ ശ്വാസം എടുക്കുമ്പോൾ നല്ല ഒരു സൗണ്ട് ഉണ്ടെന്ന്. അതുകൊണ്ട് പോയിട്ട് എന്തായാലും തലയിൽ കൂടെ വെള്ളമൊഴിച്ച് കുളിക്കണം എന്ന് പറഞ്ഞു. രാവിലെ കുളിച്ചെങ്കിൽ കൂടി നമുക്ക് പിന്നെ കുളിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് കഫൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ കുളിച്ച് കുറച്ച് നേരം ഞാൻ ഉറങ്ങി. ഭയങ്കര റിലാക്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ മൈൻഡ്, എൻ്റെ ബോഡി ഞാൻ പോലും അറിയാണ്ട് കുറേ കൂളായി. താങ്ക് യു സോ മച്ച്.